നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ തിരുവമ്പാടി സീറ്റുകൾ വെച്ചുമാറാൻ കോൺഗ്രസും മുസ്ലിം ലീഗും ആലോചിക്കുന്നു. തവനൂർ സീറ്റ് ലീഗിന് നൽകി തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാനാണ് ആലോചന. മലപ്പുറത്ത് കോൺഗ്രസിനാകെയുള്ള 4 സീറ്റുകളിൽ 1 സീറ്റ് കൂടി ലീഗിന് നൽകുന്നതിൽ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് എതിർപ്പുണ്ട്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, ജില്ലാ നേതൃത്വത്തിന് എതിർപ്പുണ്ടെങ്കിലും സീറ്റുകൾ വെച്ചുമാറാൻ തന്നെയാണോ കോൺഗ്രസിലും ഉള്ള തീരുമാനം? അതിന് ലീഗും പിന്തുണയ്ക്കുകയാണോ? ജില്ലാ നേതൃത്വത്തിന് എന്ന് പറയാൻ കഴിയില്ല. അതേസമയം ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. ഇതിൽ തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ചാണ് ഒരു പക്ഷേ സീറ്റ് മാറൽ അല്ലെങ്കിൽ അവിടെ ആരായിരിക്കും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകൾ നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ടാവുക. കാരണം തിരുവമ്പാടി സീറ്റ് പിന്നെ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വരുമെന്നൊക്കെ ആലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും പുതിയ ആലോചന എന്ന് പറയുന്നത് തവനൂർ, മലപ്പുറം ജില്ലയിലെ തവനൂർ സീറ്റ് മുസ്ലിം ലീഗിന് നൽകിക്കൊണ്ട് തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ ലീഗ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഏറ്റവും പുതുതായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസ് സീറ്റ് നേരത്തെ തിരുവമ്പാടി സീറ്റ് നേരത്തെ തന്നെ ഒരു ആലോചന ഉണ്ടായിരുന്നു. DCC പ്രസിഡന്റ് ജോയി സ്ഥാനാർത്ഥിയാവുന്ന രീതിയിലേക്ക് കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുക്കണം. പക്ഷേ പകരം ഏത് സീറ്റ് നൽകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പല വശത്തും ഉണ്ടായിരുന്നു. അതിൽ പുതുതായിട്ട് ലീഗ് തന്നെ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് തവനൂർ സീറ്റാണ്. തവനൂർ സീറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി ഏറെക്കുറെ എല്ലാ പഞ്ചായത്തുകളും തവനൂരിൽ UDF വിജയിക്കാൻ കഴിഞ്ഞു. മുസ്ലിം ലീഗിനും അതിൽ കൂടുതൽ സ്വാധീനമുള്ള സീറ്റുകൾ കൂടിയുണ്ട്. അവിടെ എന്തായാലും ലീഗ് സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ള ഉറപ്പാണ് അവർ പറയുന്നത്. അതേസമയം ജില്ലയിലെ കോൺഗ്രസ് പ്രത്യേകിച്ചും മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന KPCCയുടെയും DCCയുടെ ഭാരവാഹികളും ബ്ലോക്ക് പ്രസിഡന്റുമാരൊക്കെ തന്നെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ ആകെ 16 സീറ്റുകളിൽ ആകെ 4 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. നിലമ്പൂർ, വണ്ടൂർ, തവനൂർ, അതോടൊപ്പം തന്നെ പൊന്നാനി. ഈ 4 സീറ്റിൽ 1 സീറ്റ് കൂടി ലീഗിന് നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും UDFനകത്ത് ഒരു അസന്തുലിതാവസ്ഥ. 16 സീറ്റുകളുള്ളതിൽ 12 ലീഗ് സീറ്റുകളും 4 സീറ്റുകൾ മാത്രം കോൺഗ്രസ് ആയിരിക്കെ അതിലൊരു സീറ്റ് ലീഗ് ഇട്ടുകൊടുക്കുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ അമർഷമുണ്ട്. മാത്രമല്ല തവനൂർ സീറ്റിൽ ഒരുപക്ഷെ ഇപ്പോൾ നിലവിലെ അവസ്ഥ അനുസരിച്ച് ഒരു പിന്നെ ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവിനെയാണ് ഒരുപക്ഷെ അവിടെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ളത്. അതുകൂടി പോകുമ്പോൾ സാമുദായിക സമവാക്യത്തിൻ്റെ തെറ്റൽ കൂടി അവിടെ വന്നേക്കാം. പ്രത്യേകിച്ച് പിന്നെ കുംഭമേളയും മറ്റുമൊക്കെ മലപ്പുറം കേന്ദ്രീകരിച്ച് നടത്തി സംഘപരിവാർ ആ അർത്ഥത്തിലൊരു നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ അതിന് കൂടി പിന്നെ ഒരു സാമുദായിക സമവാക്യത്തിൻ്റെ പ്രശ്നം കൂടി ഉയരുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ മാറുമെന്ന് കൂടി അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ എതിർപ്പ് KPCC നേതൃത്വത്തിന് മുന്നിൽ ഉന്നയിക്കാനാണ് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന DCC ഭാരവാഹികളും പിന്നെ ജില്ലാ KPCCയുടെ അംഗങ്ങളും അതോടൊപ്പം തന്നെ ബ്ലോക്ക് ഭാരവാഹികളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും തവനൂർ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ടുള്ളൊരു ഇത് വേണ്ടതില്ല. തിരുവമ്പാടി സീറ്റ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സീറ്റുകൾ കോഴിക്കോട് ജില്ലയിലോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലോ മറ്റ് സീറ്റുകൾ ലീഗിന് നൽകിക്കൊണ്ടുള്ള ഒരു സമവാക്യത്തിലേക്ക് പോകാൻ തിരുവമ്പാടി വിട്ട് നൽകാൻ ലീഗിനകത്തും വലിയ എതിർപ്പൊന്നും ഉയരാനിടയില്ലല്ലോ. ലീഗിൽ പ്രാദേശികമായ ഇക്കാര്യത്തിൽ എതിർപ്പുണ്ട്. കാരണം ലീഗ് ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പോട് നേരത്തെ തന്നെ കോൺഗ്രസിനും ലീഗിനും പിന്നെ UDF സ്ഥാനാർത്ഥി നിലയിൽ മത്സരിക്കുകയാണെങ്കിൽ നല്ല ആത്മവിശ്വാസമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പോട് കഴിയുന്നതോടുകൂടി കുറെ കൂടി ആത്മവിശ്വാസം ലീഗ് സ്ഥാനാർത്ഥി തന്നെ നിന്നും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്, വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല അവിടെ ഒരു സമുദായ സമവാക്യത്തിന്റെ പേരിൽ ആ സീറ്റ് വിട്ടുകൊടുക്കുന്നത് ശരിയാവില്ല എന്ന അഭിപ്രായം ലീഗിലൊരു വിഭാഗത്തിനുണ്ട്. അതേസമയം പിന്നെ കോൺഗ്രസ് ആ കാര്യത്തിൽ ഒരു പിന്നെ സീറ്റ് ഏറ്റെടുക്കണം എന്നുള്ള അഭിപ്രായം പലതവണയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തവനൂർ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ തിരുവമ്പാടി സീറ്റ് നൽകാമെന്നൊരു ധാരണ നേതൃതലത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. 2 തലത്തിലെയും ജില്ലാ നേതാക്കളല്ല സംസ്ഥാന നേതാക്കളാണ് ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിൽ ഭൂരിഭാഗം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ജില്ലാ നേതാക്കൾക്ക് പലർക്കും അതൃപ്തിയുള്ള പല സ്ഥലത്തുമുണ്ട്. മലപ്പുറത്താണെങ്കിൽ ഈ സീറ്റ് വിട്ടുകൊടുക്കുന്നതിനോട് കോൺഗ്രസിന് വലിയ അതിർത്തിയുണ്ട്. ഒരു വിഭാഗം നേതാക്കൾക്ക് മാത്രമേ താല്പര്യമുള്ളൂ, മറ്റൊരു വിഭാഗം നേതാക്കൾ ശക്തമായ എതിർപ്പ് ഉന്നയിക്കുന്ന കാര്യം ആകെ 4 സീറ്റുകളേ ഉള്ളൂ. അതുകൂടി പോയാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു UDF ഉണ്ടാകുന്ന ഒരു അസന്തുലിതം ഉണ്ടാവും. മാത്രമല്ല സാമുദായികമായ അസന്തുലിതാവസ്ഥ കൂടി പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ ഈ നീക്കത്തിനോടുള്ള എതിർപ്പ് നേതൃത്വത്തിനുണ്ട്. KPCC നേതൃത്വത്തിന് തന്നെ കണ്ടറിയിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും സീറ്റ് മാറ്റ ചർച്ചകൾ പലകുറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ ഘട്ടത്തിൽ പുതുതായി നടക്കുന്ന തവനൂരും തിരുവമ്പാടിയും തമ്മിലുള്ള വെച്ചുമാറ്റത്തെക്കുറിച്ചുള്ള ആലോചനകളാണ് കോൺഗ്രസ് ലീഗ് നേതാക്കളിൽ പുരോഗമിക്കുന്നത്. അതിൽ മലപ്പുറത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. അതും അവർ KPCC നേതൃത്വത്തിന് മുന്നിൽ അറിയിക്കാനുള്ള ആലോചനയിൽ കൂടിയാണ്.